മുനമ്പത്തെ താമസക്കാരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകും. ഭൂനികുതി സ്വീകരിക്കാത്തതിനെതിരെ പ്രദേശവാസികൾ നൽകിയ ഹർജിയിലാണ് സത്യവാങ്മൂലം നൽകുക. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാസ് ചേരുന്നു. ഷബ്ന, ഏതായാലും ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ എപ്പോഴായിരിക്കും സത്യവാങ്മൂലം നൽകുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഈ മുനമ്പത്തെ ഭൂമി പ്രശ്നം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പ്രദേശവാസികൾ ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജിയിലായിരിക്കും സർക്കാർ ഇത് സത്യവാങ്മൂലം സമർപ്പിക്കുക. അതിനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മുനമ്പത്തെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടത്തിയ ചർച്ചയിൽ അവിടെ ഉള്ള പ്രദേശവാസികളിൽ നിന്നും ഭൂനികുതി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയായിരുന്നു. സർക്കാരിന് ഭൂനികുതി സ്വീകരിക്കണം എന്ന നിലപാടാണുള്ളത് എന്ന് ഹൈക്കോടതിയെ അറിയിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ അവധിക്ക് ശേഷം, അതായത് ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കും. ഹൈക്കോടതിയിൽ നിലവിൽ ഈ കേസ് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. സർക്കാർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ഈ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു നിലപാടായിരിക്കും ഏതായാലും സർക്കാർ കോടതിയെ അറിയിക്കുക. ഹൈക്കോടതി അതിനനുസൃതമായിട്ട് തീരുമാനമെടുത്താൽ ഭൂ ഉടമകൾക്ക് അല്ലെങ്കിൽ മുനമ്പത്തെ പ്രദേശവാസികൾക്ക് തരമടയ്ക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും. ഏതായാലും സമരക്കാരുടെ ഒരാവശ്യം പരിഹരിക്കപ്പെടുകയാണ്. മുനമ്പത്തെ താമസക്കാരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകും. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.